അപ്പോൾ ഓണം ബമ്പർ അടിച്ച കോടീശ്വരന് എത്ര രൂപയായിരിക്കും കയ്യിൽ കിട്ടുക? സമ്മാനത്തുകയായി 25 കോടിയും കിട്ടുമോ? അതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഡാറ്റാ സെന്ററിലേക്ക് നമുക്കൊന്ന് പോയാൽ ഡാറ്റാ സെന്ററിൽ ഈ ഡാറ്റ എല്ലാം വന്ന് കിടക്കുന്നുണ്ടെന്നാണ് നമ്മുടെ ജോസ്ന പറയുന്നത്. അപ്പോൾ സമ്മാനത്തുക എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോൾ പ്രേക്ഷകർക്ക് അറിയാം. ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് 25 കോടി രൂപയാണ്. രണ്ടാം സമ്മാനം 1 കോടി വീതം 20 പേർക്കാണ്. മൂന്നാം സമ്മാനം 50 ലക്ഷം 20 പേർക്ക്. നാലാം സമ്മാനം 5 ലക്ഷം വീതം 10 പേർക്ക്. അഞ്ചാം സമ്മാനം ആയി കൊടുക്കുന്നത് 2 ലക്ഷം വീതം 10 പേർക്കുമാണ്. ഇങ്ങനെയാണ് സമ്മാന തുകകളുടെ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത്. ആകെ 5,34,670 പേർക്കായിട്ട് 125.54 കോടിയുടെ സമ്മാനമാണ് ഓണം ബമ്പറിൽ കിട്ടുക. ഇനി ഈ 25 കോടിയിൽ ഓരോരുത്തർക്കും എത്ര വീതം കിട്ടും? അതല്ലേ നിങ്ങൾ അറിയാൻ കാത്തിരിക്കുന്നത്. 25 കോടി രൂപ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഭാഗ്യവാന് കയ്യിൽ കിട്ടുക എന്ന് പറയുന്നത് എത്രയാണ്? 15,75 ലക്ഷം രൂപയാണ്. അപ്പോൾ ബാക്കി എന്ന് പറഞ്ഞാൽ 2.5 കോടി രൂപ ടിക്കറ്റ് വിറ്റ ഏജൻസിയുടെ കമ്മീഷനാണ്. ഇവിടെ ഭഗവതി ഏജൻസിയാണ്. 6.25 കോടി രൂപ ആദായ നികുതിയായിട്ട് കൊടുക്കണം. ഇത് കഴിഞ്ഞിട്ടുള്ള 15,75 ലക്ഷം രൂപയാണ് ആ നെട്ടൂരിലുള്ള ഭാഗ്യവാന് കിട്ടുക എന്ന ചുരുക്കം. ഇനി ഈ തുക അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെയും ഉണ്ട് കുറേ കടമകൾ. അതായത് മൊത്തം തുക ഇങ്ങനെ വരികയല്ല, അതിന് കുറച്ച് കടമകളുണ്ട്. അതിൽ സമ്മാനത്തുക എത്ര കോടിക്ക് മുകളിലാണ് എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സമ്മാനത്തുകയുടെ അളവനുസരിച്ചാണ്. അപ്പോൾ അതിൽ 37% സർചാർജ് ഉണ്ട്. അപ്പോൾ ആ സർചാർജ് എന്ന് പറയുന്നത് 2.49 കോടി വരും. ആരോഗ്യ വിദ്യാഭ്യാസ സെസ് എന്ന് പറയുന്നത് 4%. അങ്ങനെ 36 കോടി 9 ലക്ഷം അവിടെയും പോകും. അപ്പോൾ പിന്നെയും ഈ ടാക്സുകളെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഭാഗ്യശാലിക്ക് കയ്യിൽ കിട്ടുക 25 കോടി അടിച്ചാലും അതിന്റെ പകുതിയെ കയ്യിൽ കിട്ടുമെന്ന് ചുരുക്കം. 12 കോടി 88 ലക്ഷം രൂപയായിരിക്കും. 88 ലക്ഷത്തി സർക്കാരിന് കിട്ടത്തിന് ടിക്കറ്റ് ഒന്നിന് GST ഇനത്തിൽ 56 രൂപ കിട്ടും. 40 കോടി 32 ലക്ഷം രൂപ അങ്ങനെ GST ആയി കേന്ദ്രത്തിന് കിട്ടുമെന്നാണ് കണക്ക്. സമ്മാനങ്ങൾക്കുള്ള ആദായ നികുതിയായി 15 കോടി രൂപ കൂടുതലായി വീണ്ടും കിട്ടും.